ആന കരിമ്പിൻകാട്ടിൽ കയറിയതുപോലെ എന്നൊരു പ്രയോഗമുണ്ട്. വാഴത്തോട്ടത്തിൽ കയറിയാലും അത് തന്നെയാണ് സംഭവിക്കുക. അതിനുദാഹരണമാണ് ചീയപ്പാറ കമ്പിലൈനിലെ ഈ കൃഷിയിടം. ഒരു വാഴ പോലും ഇനി അവശേഷിക്കുന്നില്ല. ജനവാസ മേഖലയിലേക്ക് 3 കാട്ടുകൊമ്പന്മാർ ഒരുമിച്ചിറങ്ങുന്നത് അപൂർവമാണ്. അത്തരമൊരു കാഴ്ചയാണ് ചീയപ്പാറയിലെ കമ്പിലൈൻ പ്രദേശത്ത് ഇപ്പോഴുള്ളത്. വൈകിട്ട് 5 മണിയോടെ ജനവാസ മേഖലയിലെത്തുന്ന കൊമ്പന്മാർ നേരം പുലർന്നേ മടങ്ങും. വാഴയും തെങ്ങും കമുകുമാണ് ഇവർ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. പ്ലാവുകൾ പോലും തള്ളിമറിച്ചിടുന്നു. എൻ്റെ 50 വാഴയോളം 2 തെങ്ങ് കമുകെല്ലാം നിരന്തരമായിട്ട് ഈ 2 ആഴ്ചയ്ക്കായിട്ട് നിരന്തര ശല്യമാണ്. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തന്നെ പേടിയാണ്. ഫോറസ്റ്റുകാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ പറയണേ നമ്മളെന്ത് ചെയ്യാനാണെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഒരു തീരുമാനവുമില്ല. രാത്രി മഴയത്ത് നമ്മൾ പേടിച്ചാണ് വീട്ടിലിരിക്കണേ. ചീയപ്പാറയിൽ 10ഓളം കർഷകരുടെ കൃഷി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കാട്ടാനകൾ നശിപ്പിച്ചു. ആനകളെ പേടിച്ച് കർഷകർ വാഴ വെട്ടി നശിപ്പിക്കുകയാണ്. രാത്രിയിൽ വിവിധ ആവശ്യങ്ങൾക്ക് പുറത്തുപോയി മടങ്ങിയെത്തുന്നവർ ആനകളുടെ മുന്നിൽ പെടുന്നു. ഞാൻ ഒരു മരണസ്ഥലത്ത് പോയിട്ട് രാത്രി ഒരു 8-8:30 വരുവാണ്. ഇവിടെ ഈ കാണുന്ന 2 സ്ഥലത്തായിട്ട് 2 കൊമ്പന്മാരേക്ക് പോവാം. ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആന മാറുമായിരുന്നു. പക്ഷേ ഒരിക്കലും മാറുന്നില്ല. അങ്ങനെ തന്നെ നിൽക്കണം. ആളുകളെ കാണുമ്പോഴും ഇവന് യാതൊരു ഭയമില്ല. കാട്ടാന ഭീതിയിൽ പലരും ഇവിടെ നിന്ന് ഇതിനകം വീടുകൾ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. മൂന്നാർ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ RRTയെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ഇവരുടെ സേവനം നാട്ടുകാർക്ക് ലഭിക്കുന്നില്ല. 6 മൈലിലെ വാളറ സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നാണ് ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് ചോദിക്കുന്നത്. നമ്മുടെ തെങ്ങും കൊക്കോടെ ഏരം ഒടിക്കുന്നു. അതായത് നമ്മുടെ പറമ്പികളെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ വട്ടം കയറി പോകണം. പിന്നെ വീടിൻ്റെ പുറത്ത് ഈ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് കളഞ്ഞൊന്നുമില്ല. അടുത്ത് വന്ന് സൈഡിൽ നിന്നിട്ട് ഇറങ്ങിപ്പോയി. ആളെ കണ്ട കാരണം ഇറങ്ങിപ്പോയി. വനവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് കാട്ടാനകൾ കടക്കാതിരിക്കാൻ സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രവർത്തനരഹിതമാണ്. ഇതാണ് മേഖലയിലെ വന്യജീവി ശല്യത്തിന് പ്രധാന കാരണം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.